أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 132ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ രണ്ടാം സെമസ്റ്റർ എക്സാം ഇതാ വരുന്നു. ഫീ അടയ്ക്കാനുള്ള സമയം ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് കുറേ പേരടച്ചിട്ടുണ്ട്. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ സമയം ഇതാ തീരുന്നേ, എല്ലാവരും അടയ്ക്കണം. ഒരു സർട്ടിഫിക്കറ്റ് പരിശുദ്ധ ഖുർആനിൻ്റേത് സ്വന്തമായിട്ട് നമ്മുടെ അടുക്കൽ ഉണ്ടാവണം. അതിന് അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ കാര്യം ഇനി ആവർത്തിക്കുന്നില്ല. വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരും പഠിക്കുന്നുണ്ടാവില്ലേ? ക്ലാസ് ജസ്റ്റ് കേട്ടാൽ തന്നെ മതി. പിന്നെ തദ്രീബ് കിതാബ് കയ്യിലില്ലാത്തവരില്ലല്ലോ, എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? അത് ഒന്ന് വായിച്ച് നോക്കിയാൽ തന്നെ കാര്യങ്ങളൊക്കെ വൃത്തിയാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഒന്നും പറയാനില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറഞ്ഞിരുന്നത് തജ്വീദ് അനുസരിച്ച് മാത്രമേ ഖുർആൻ ഓതാൻ പറ്റൂ. തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളുമായി ബന്ധപ്പെട്ടവ, അതാണ് നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇഖ്ലാബിനെ പരിചയപ്പെടുത്തി. അതിൻ്റെ മുമ്പുള്ള ക്ലാസ്സിൽ മൊത്തം നൂനിൻ്റെയും തൻവീനിൻ്റെയും 5 നിയമങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇന്ന് സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും വിധികളിൽ വളരെ പ്രധാനപ്പെട്ടതും പഠിക്കാനും മനസ്സിലാക്കാനും വളരെ ലളിതമായി സാധിക്കുന്നതുമായ ഒരു നിയമമാണ്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. പേര് ഞാൻ ആദ്യം പറയാം. ഇദ്ഗാമും ബിലാ ഗുന്നഹ് എന്നാണ്. ആരോ കേട്ടിട്ട് തലയിൽ കൈ വെക്കുന്നു. പടച്ച റബ്ബേ, എന്താ ഈ പറയണത്? ഇതൊക്കെ നടക്കുമോ? ആര് പറഞ്ഞു നടക്കൂലെന്ന്? ഇഖ്ലാബ് നടന്നില്ലേ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ബാ വന്നപ്പോൾ നൂനും തൻവീനും മീമായില്ലേ? എന്നിട്ട് മണിച്ചു ഓതിയില്ലേ നമ്മൾ? പിന്നെണ്ടോ ഇദ്ഗാമും ബിലാ ഗുന്നഹ്? സിമ്പിളാ. എന്താ പറഞ്ഞേ? എന്താണ് ഇദ്ഗാമും ബിലാ ഗുന്നഹ് എന്ന് പറഞ്ഞാൽ? അതല്ലേ പറയാനിരിക്കണത്. നിങ്ങൾ ബേജാറാവില്ലേ? സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഒരു ശ്രദ്ധ മാത്രം കൊടുത്താൽ മതി, തീർന്നു. നോക്കിയേ, നമുക്കൊരു കാര്യം ചെയ്യാം. സ്ക്രീനിലേ കാണുന്നൊന്ന് വായിക്കുക. ആദ്യം നിങ്ങൾ എഴുതിയത് എന്താണോ അതാ വായിക്കേണ്ടത് കേട്ടോ. നോക്കിയേ, അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എഴുതിയത്. എങ്ങനെ? അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുക്കൂനുള്ള നൂന് കാണുന്നുണ്ടോ അവിടെ? ഉണ്ടോ? ഉണ്ട്. രണ്ടാമത്തെ അക്ഷരം തന്നെ സുക്കൂനുള്ള നൂനാണ്, അൻ. ആ സുക്കൂനുള്ള നൂനിന് ശേഷം ഏതക്ഷരം വന്ന് നോക്കി? ലാ 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 ലാ. ഓക്കെ, ലാ 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 വന്നു അല്ലേ? സുക്കൂനുള്ള നൂനിന് ശേഷം ലാ വന്നാലേ അതെങ്ങനെ വായിക്കേണ്ടതെന്ന് അറിയോ? ഇങ്ങനെ നോക്കി, എഴുതിയിട്ട് ഷദ്ദുള്ള ഒരു ലാമ് കൂടി കൊടുക്കുക. അപ്പോൾ അല്ല എന്നായി. മനസ്സിലായോ? സാക്കിനായ നൂനിൻ്റെ ശേഷം, ശ്രദ്ധിക്കണേ, സാക്കിനായ നൂനിൻ്റെ ശേഷം ലാം വന്നപ്പോൾ
അൻ ല എന്നത് അല്ല എന്ന് വായിക്കണം. അൻ ല എന്നത് അല്ല എന്ന് വായിക്കണം. നമ്മൾ മലയാളത്തിൽ പറയില്ലേ അല്ല, ഇല്ല, എല്ലാം, അല്ലേ, തല്ലും, പല്ല് എന്നൊക്കെ പറയുന്നത് അതേപോലെ അൻ ല എന്നുള്ളിടത്ത് അല്ല. ആ നൂനുണ്ടല്ലോ, ആ നൂനിന്റെ 1% പോലും സ്മെല്ലുണ്ടാവില്ല. അല്ല ഉണ്ടാവൂല, ഹരിമൂക്കൊണ്ടല്ലേ എന്ന് പറയാ, അങ്ങനെ പറയില്ല. അല്ല 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 എന്നാ പറയാ. സുക്കൂനുള്ള നൂനിന് ശേഷം ല വന്നപ്പോൾ അൻ ല എന്നത് അല്ല എന്നായി. നോക്കി, സുക്കൂനുള്ള നൂനിന്റെ ശേഷം റാ എന്നാൽ എങ്ങനെയാണ്? നോക്കി നോക്കി നോക്കി. അൻ റആഹു, എങ്ങനെ? അൻ റആഹു. അവിടെ എങ്ങനെ വായിക്കാന്നറിയോ? അർറആഹു. എങ്ങനെ? അർറആഹു, അർറആഹു. കണ്ടല്ലോ, സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നപ്പോഴാണ് ഇങ്ങനെ. അപ്പൊ സുക്കൂനുള്ള നൂനിന് ശേഷം ശ്രദ്ധിക്കണം, സുക്കൂനുള്ള നൂനിന് ശേഷം ലാമ് വന്നാലും റാ വന്നാലും അത് രണ്ടിനെയും, ഏതിനെ? നൂൻ അതുപോലെ തൻവീൻ, ഇത് രണ്ടിൻ്റെയും ശേഷമാണല്ലോ ലാം റാ വരുന്നത്. അപ്പോൾ ആ നൂനിനെയും തൻവീനെയും ഒട്ടും വായിക്കൂല എന്ന് മാത്രമല്ല, ശേഷമുള്ള റാക്കും ലാമിനും ശദ്ദ് കൊടുത്ത് അൻ ല എന്നത് അല്ല എന്നും അൻ റആഹു എന്നുള്ളത് അർറആഹു എന്നും വായിക്കണം. മനസ്സിലായോ? ഈ ഭാഗം ഒന്നുകൂടി കേൾക്കണേ. തൻവീനിന്റെ ശേഷം വന്നാലും ഇങ്ങനെ തന്നെയാണ്. ഇത് നോക്കിയ സ്ക്രീനിൽ മുഹമ്മദുൻ, മുഹമ്മദുൻ, ദാലിന് തൻവീൻ തോന്നുന്നു. റസൂലുള്ളാഹ്, കണ്ടില്ലേ? മുഹമ്മദുൻ കഴിഞ്ഞ് റസൂലുള്ളാഹ്. അപ്പൊ എഴുതിയതുപോലെ വായിക്കുകയാണെങ്കിൽ മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലെ? ദുൻ റ പറ്റൂല. തൻവീൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? കലിമത്തുകളുടെ അവസാനം വരുന്ന എഴുത്തിൽ കാണാത്ത ഉച്ചാരണത്തിൽ മാത്രമുള്ള സുക്കൂനുള്ള നൂനാണ് എന്ന് നമ്മൾ കണ്ടും കേട്ടും പാടിയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മുഹമ്മദുൻ എന്ന ദാലിന്റെ തൻവീനാകുന്ന നൂൻ, തൻവീനാകുന്ന നൂൻ, അതിനുശേഷം റാ വന്നപ്പോഴോ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓക്കെ, ഇപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഒന്നും കൂടി പറയണേ, ആവർത്തിച്ച് 2, 3, 4 തവണയൊക്കെ പറയും. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ലാം അല്ലെങ്കിൽ റാ, ഈ 2 അക്ഷരങ്ങൾ വന്നാൽ നൂനിനെയും തൻവീനിനെയും ഒട്ടും വായിക്കാതെ തൊട്ടുടനെയുള്ള ആ ലാമ് റായിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് മണിക്കാതെ ഓതും. അല്ല അല്ല പറയോ? മുഹമ്മദുർ റസൂലുള്ളാഹ് പറയോ? ദുർന ദുർന ഇല്ല, മൂക്കിന്റെ സപ്പോർട്ട് അതിന് ആവശ്യമില്ല. അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ പരിപാടിക്കാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് എന്ന് പറയാ. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർക്കുക എന്നാ, പ്രവേശിപ്പിക്കുക എന്നാണ്. അൻ ല എന്ന് പറഞ്ഞപ്പോ ആ നൂനിനെ ലാമിലേക്ക് പൂർണ്ണമായും ഇദ്ഖാലാക്കി, പ്രവേശിപ്പിച്ചു. എന്നിട്ട് ലാമിന് ശബ്ദം കൊടുത്തു, മണിച്ചതുമില്ല. അതാണ് ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ്. അപ്പൊ അതിന്റെ ശബ്ദം എങ്ങനെയാവും? അൻ ല എന്നത് അല്ല എന്നാകും, അല്ലേ? വൈലുൻ ലികുല്ലി എന്നിടത്ത് വൈലുൽ ലികുല്ലി, ഹുമസത്തിൻ ലു എന്താകും? ഹുമസത്തിൽ ലുബസ, ഹുമസത്തിൽ ലുമസ എന്നായി മാറും. ചുരുക്കത്തിൽ ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് എന്ന് പറഞ്ഞാൽ സാക്കിനായ നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം ലാം റാ എന്നീ 2 എണ്ണത്തിൽ നിന്നൊന്നു വന്നാൽ ആ നൂനിനെയും തൻവീനിനെയും ലാമിലേക്കും റായിലേക്കും ഇദ്ഗാം ചെയ്ത് മണിക്കാതെ ശദ്ദ് ചെയ്ത് ഒറ്റാക്ഷരമായി ഉപയോഗിക്കും, ഓതും. ഇത് കേട്ടോക്കി, ലാം റാ എന്നുള്ളതിൽ ഒന്നിങ്ങനെ വന്നാൽ, എങ്ങനെ വന്നാൽ? നൂനിനും തൻവീനിനും പിന്നിൽ വന്നാൽ, അല്ലേ? ലാം റാ എന്നുള്ളതിൽ ഒന്നിങ്ങനെ വന്നാൽ
വേണ്ടതാണ് ഗുന്നത്തില്ലാതുള്ള ഇദ്ഗാം. ലാം റാ എന്നുള്ളതിൽ ഒന്നിങ്ങനെ വന്നാൽ വേണ്ടതാണ് ഗുന്നത്തില്ലാതുള്ള ഇദ്ഗാം. ഇല്ലം യകുൽ ലഹു വഅർആഹു പറയാം, വൈലുൽ ലികുല്ലി തല്ലി പല്ലി എന്നു പറയാം. അല്ലേ? വൈലുൽ ലികുല്ലി തല്ലി പല്ലി എന്നു പറയാം. വൈലുൽ ലികുല്ലി എങ്ങനെ പറയാ? തല്ലി പല്ലി എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലാതെ തല്ലി പല്ലി അല്ലല്ലോ, വൈലുൽ ലികുല്ലി അല്ലല്ലോ. അല്ല, ഇത് പാടാൻ പ്രയാസം ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് പ്രയാസമില്ലാത്ത ഒന്ന് പാടിത്തരാം. നോക്കി, ഇദ്ഗാമുണ്ട് ബിലാ ഗുന്ന, ഇതിനായി 2 ഹുറൂഫെന്ന, നൂനും തൻവീനിൻ പിറകെ ലാം റാ വന്നാൽ ഈ വിധിയെന്ന. എത്ര സിമ്പിൾ അല്ലേ? ഇദ്ഗാമുണ്ട് ബിലാ ഗുന്ന, ഇതിനായി 2 ഹുറൂഫെന്ന, നൂനും തൻവീനിൻ പിറകെ ലാം റാ വന്നാൽ ഈ വിധിയെന്ന. അതിന് അങ്ങനെ പാടാൻ കഴിയില്ല ഉസ്താദേ, എന്താ ചെയ്യാം? നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടാവുന്ന രീതിയിൽ പാടിത്തരാം. ഓക്കെ, നൂനിന്നു പിറകെ ലാം റാഇ വന്നാൽ മില്ലീനത്തിൻ മിൻ റിസ്ഖി ഓതണമെന്ന. ഇദ്ഗാമു വേണം ഗുന്നത്തൊഴിവാക്കേണ്ടതാ, ഇത് ഹുമസത്തിലും മസായിലും വിധി വന്നതാ. ഇതെല്ലാവർക്കും കിട്ടുമല്ലോ, എല്ലാ ആളുകൾക്കും, വയസ്സായവർക്കും വയസ്സാകാത്തവർക്കും ചെറുപ്പക്കാർക്കും എല്ലാവർക്കും കിട്ടുന്ന ട്യൂണാണിത്. ഓക്കെ, അതുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു പാട്ടൊക്കെ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് ഇദ്ഗാമുൻ ബിലാ ഗുന്ന ആരെങ്കിലും ഓതുന്നത് തെറ്റിയത് കണ്ടാൽ ഉടനെ പാടുക. എങ്ങനെ പാടണം? ഇദ്ഗാമുണ്ട് ബിലാ ഗുന്ന, ഇതിനായി 2 ഹുറൂഫെന്ന, നൂനും തൻവീനിൻ പിറകെ ലാം റാ വന്നാൽ ഈ വിധിയെന്ന. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പൂർണ്ണമായി അല്ലേ? ഇനിയിപ്പോ ഇദ്ഗാമുൻ ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരു വട്ടം കൂടെ പറയാം. അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് സ്ക്രീനിലൊക്കെ നോക്കി ഇങ്ങനെ വായിക്കാം. എന്താണ് ഇദ്ഗാമുൻ ബിലാ ഗുന്ന എന്ന് പറഞ്ഞാൽ? സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാം റാ എന്നീ 2 അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ മണിക്കാതെ ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കണം. നൂനിനെയും തൻവീനിനെയും ഈ ലാമിലേക്കും റായിലേക്കും ചേർത്ത് ശ്രദ്ധ ചെയ്ത് മണിക്കാതെ ഓതണമെന്ന്. നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കാണാം. നോക്കിയേ, സ്ക്രീനിൽ കാണില്ലേ? മിൻ ലദുൻ ഹക്കീമിൻ എന്നുള്ളത് അവിടെ എങ്ങനെ വായിക്കണം? നിങ്ങൾ വായിച്ചു നോക്കിയേ. മില്ലദുൻ ഹക്കീം. മില്ലദുൻ, മില്ല മില്ല കേട്ടിട്ടില്ലേ? വില്ല എന്നൊക്കെ പറയില്ലേ? അതേപോലെ തന്നെ മില്ല കേട്ടോ. മില്ലദുൻ അല്ലാതെ മില്ല പറയട്ടോ? ഇല്ല. അടുത്ത് നോക്കി, മിൻ ലീനത്തിൻ. നിങ്ങൾ തന്നെ വായിക്കണം. മിൻ ലീനത്തിൻ എങ്ങനെ വായിക്കണം? മില്ലീനത്തിൻ. ഓക്കെ, നെക്സ്റ്റ്. വമാ മസ്സന മിൻ ലുഗൂബ് എങ്ങനെ വായിക്കണം? വമാ മസ്സന. അയ്യേ, ആരോ മില്ലു അങ്ങനെ പറഞ്ഞാ? ഓക്കെ, വമാ മസ്സന മിൻ ലുഗൂബ്. അടുത്തത് മിൻ റബ്ബിഹി എങ്ങനെ വായിക്കണം? മിർ റബ്ബിഹി. മിൻ റിസ്ഖില്ലാഹ് എങ്ങനെ വായിക്കണം? മിൻ റിസ്ഖില്ലാഹ്. അടുത്തത് മിൻ റൂഹിന എങ്ങനെ വായിക്കണം? അയ്യേ, മിൻ റൂഹിന എന്നുള്ള ഇദ്ഗാമുൻ ബിലാ ഗുന്ന ക്ലിയർ ആക്കിയപ്പോഴേക്ക് റൂഹി എന്നുള്ള ഹാ ഈസ് ഗോ. ഹാ പോയി. മിർ റൂഹിന. ഇതൊക്കെ നൂനിൻ്റെ ശേഷം ലാം റാ വന്നതിന് ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. ഇനി തൻവീനുകൾക്ക് ശേഷം വന്നതിന് ഉദാഹരണം കൂടി വായിക്കാം നമുക്ക്. നോക്കി, നസ്സാഅതൻ ലിശ്ശവാ എങ്ങനെ ഓതണം? നസ്സാഅതൻ ലിശ്ശവാ, നസ്സാഅതൻ ലിശ്ശവാ. ഹുമസത്തിൻ ലുമസഹ് എങ്ങനെ ഓതണം?
അതെ, ഹുമസത്തിൽ ലുമസ വആയതുൻ ലഹും. എങ്ങനെ? വആയതുൽ ലഹും വആയതുൽ ലഹും. അടുത്ത നോക്കിയേ, ശിഹാബൻ റസദ. തൻവീനിന് ശേഷം റാ വന്നത്. എങ്ങനെ ഓതണം? ശിഹാബൻ റസദ ഈശത്തിൻ റാദിയ. എങ്ങനെ? ഈശത്തിർ റാദിയ ഈശത്തിർ റാദിയ. ഓക്കേ, ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് കഴിഞ്ഞു. എന്താ ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് പറഞ്ഞാൽ സാക്കിനായ നൂനിൻ്റെയോ തൻവീനിൻ്റെയോ ശേഷം ലാം റാ എന്നീ അക്ഷരങ്ങളിൽ ഒന്ന് വന്നാൽ നൂനിനെയും തൻവീനിനെയും അതിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് മണിക്കാതെ ഓതണം. ഇതിന് ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് എന്ന് പറയുന്നു. ഒരുപാട് ആക്ടിവിറ്റീസുകൾ കൊടുത്തിട്ടുണ്ട് നമ്മളെ കിതാബിൽ. അതൊക്കെ നിങ്ങൾ എത്ര വട്ടം നോക്കുന്നോ അത്ര വട്ടം അതിൻ്റെ ഫലം കിട്ടും. ടും ടോ. ഓക്കെ, ഇനി നോക്കിയേ നിങ്ങൾ, ഇദ്ഗാമുൻ ബിലാ ഗുന്നഹ് ആണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയാൻ ഏറ്റവും സിമ്പിളായതും പ്രയാസമില്ലാത്തതുമായ ഒരു നിയമമാണ് ഇദ്ഗാമുൻ ബിഗുന്നഹ് എന്നത്. ബിലാ ഗുന്നഹ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് നമുക്ക് ബിഗുന്നയും കൂടെ പറയാം. രണ്ടും ഒരുമിച്ചാകുമ്പോൾ വേഗം മനസ്സിലാകും. ബിഗുന്ന പറയുമ്പോൾ ബിലാഗുന്ന കൂടുതൽ മനസ്സിലാകും, ബിലാഗുന്ന പറയുമ്പോൾ ബിഗുന്ന അതിലേറെ മനസ്സിലാവും. അതുകൊണ്ട് ഇദ്ഗാമുൻ ബിഗുന്ന ഇദ്ഗാമുൻ ബിലാഗുന്ന രണ്ടും ഒരുമിച്ചാണ് പറയുന്നത്. പറയട്ടെ? ഓക്കെ, എന്താണിപ്പോൾ ഇദ്ഗാമുൻ ബിലാഗുന്ന പറഞ്ഞാൽ നമ്മൾ കുറേ വട്ടം പറഞ്ഞു, ഇനി ആവർത്തിക്കുന്നില്ല. ഇല്ലല്ലോ? ഇല്ല. സാക്കിനായ നൂൻ്റെ തൻവീൻ്റെ ശേഷം ലാം റാ വന്നാൽ ആ നൂനെയും തൻവീനെയും അതിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് മണിക്കാതെ ഓതാന്നാണ്. ഓക്കെ, ഇനി നിങ്ങൾ സ്ക്രീനിലേക്ക് തന്നെ നോക്കണേ, സ്ക്രീനിലേക്ക് തന്നെ നോക്കണേ. ഈ ഉദാഹരണം നോക്കിയേ, വമൻ യഅ്മൽ. നോക്കണേ, വമൻ യഅ്മൽ എഴുതിയത് അങ്ങനെയാണ്, വമൻ യഅ്മൽ. നിങ്ങളൊന്ന് ശരിക്കും നോക്കിക്കോട്ടോ. സുക്കൂനുള്ള നൂന് കണ്ടല്ലോ, വമൻ. സുക്കൂനുള്ള നൂനിന് ശേഷം ഇവിടെ വന്ന അക്ഷരം യാ ആണ്. ഇങ്ങനെ യാ വന്നാൽ വമൻ യഅ്മൽ എന്ന് പറയില്ല, വമൻ യഅ്മൽ. പിന്നെ എങ്ങനെ പറയണമെന്നറിയോ? വമൻ യഅ്മൽ മയ്യ പറയണം. മാ കഴിഞ്ഞതിന് ശേഷം നൂനിൻ്റെ ഗുന്നത്തിനെ തനിമൂക്കിലേക്ക് കൊണ്ടുവന്നിട്ട് യാഹ് ശദ്ദ്. വമൻ യഅ്മൽ. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഓതാനുള്ള കാരണം. അല്ലാതെ വമയ്യഅ്മൽ, ചില ആളുകൾ ഇങ്ങനെ ഓതും, വമയ്യഅ്മൽ ഖൈറയ്യറ. നോ, വമയ്യഅ്മൽ നൂനിന് ശേഷം യാ വന്നതിന് ഖൈറയ്യറ അല്ലേ? തൻവീനിന് ശേഷം യാ ഖൈറയ്യറ. റയ്യ പറ്റുമോ? റയ്യാൻ എന്ന് പറയുന്ന പോലെ ഖൈറയ്യ. നോ, ഖൈറയ്യറ വമൻ യഅ്മൽ. നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം യാ വന്നാൽ ഇങ്ങനെ തന്നെയാണ് പറയാം. അല്ലാതെ വമൻ യഅ്മൽ ഖൈറൻ യറ. നോ, വമൻ യഅ്മൽ ഖൈറൻ യറ. ഇനി വേറെ ഉദാഹരണം, മിൻ നിഅമത്തിൻ. അതുകൊണ്ട് പറയാം നമുക്ക്, മിൻ നിഅമത്തിൻ. മിൻ നിഅമത്തിൻ എങ്ങനെ? മിൻ നിഅമത്തിൻ. സുക്കൂനുള്ള നൂനിന് ശേഷം നൂൻ വന്നു, അപ്പോഴും അങ്ങനെ തന്നെ. നോക്കിയേ, യൗമഇദിൻ ദിൻ തൻവീന്, നാഇമ നൂന്, യൗമഇദിൻ നാഇമ. ഇപ്പം എന്താ പറഞ്ഞത്? സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം യാ വന്ന ഉദാഹരണം നമ്മൾ കണ്ടു, വായിച്ചു, പഠിച്ചു. നൂന് വന്ന ഉദാഹരണവും കണ്ടു, വായിച്ചു, പഠിച്ചു അല്ലേ? എങ്ങനെ യാ വന്നാൽ വമൻ യഅ്മൽ ഖൈറൻ യറ അല്ലേ? മിൻ നിഅമത്തിൻ യൗമഇദിൻ നാഇമ. നൂനിൻ്റെയോ തൻവീൻ്റെയോ ശേഷം യാ വന്നാലും ഇങ്ങനെ തന്നെയാണ്,
ഉദാഹരണം കണ്ടു വായിച്ചു. നൂൻ വന്നാലും ഇങ്ങനെ തന്നെയാണ്, ഉദാഹരണം കണ്ടു വായിച്ചു. മീമു വന്നാലും ഇങ്ങനെ തന്നെയാ. മിൻ മാഇൻ, മിൻ മാഇൻ എന്നാ പറയാ. മീമു വന്നാലും. ഇനി വാവു വന്നാലും ഇങ്ങനെ തന്നെ. മിൻ വറാഇഹിം, മിൻ വറാഇഹിം എന്നാ പറയാ. മിൻ വറാഇഹിം, അല്ലാതെ മിൻ വറാഇഹിം, മിൻ വ നോ മിൻ വറാഇഹിം. മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അത് അങ്ങനെ തന്നെ, നല്ല കുട്ടികൾ അങ്ങനെയാണ് പറയാ. മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയും. അഥവാ മനസ്സിലായി എന്ന് പറഞ്ഞാൽ മനസ്സിലായതും മനസ്സിലാവൂല. അത് മനസ്സിലായോ? മനസ്സിലായി. അപ്പോൾ മനസ്സിലാകാത്ത ചോദിക്കണം കേട്ടോ. സുക്കൂനുള്ള നൂനും തെൻവീനും കണ്ടല്ലോ, പഠിച്ചല്ലോ, മനസ്സിലായല്ലോ. സുക്കൂനുള്ള നൂനും തെൻവീനും. ഈ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നോക്കിയേ, നൗമീ എത്ര അക്ഷരം ഉണ്ട് അതിൽ? നൂനുണ്ട്, വാവുണ്ട്, മീമുണ്ട്, യാ ഉണ്ട് അല്ലേ? നൗമി. ഈ 4 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ, നൗമി എന്നതിൽ ഏതെങ്കിലും ഒരക്ഷരം വന്നാൽ എന്ത് ചെയ്യണമെന്നറിയോ? നൂനിനെയും തെൻവീനിനെയും ഈ അക്ഷരത്തിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് മണിച്ച് ഓതണം. അല്ലാഹ്. ഇദ്ഗാമും ബിലാഗുന്നയിൽ ചേർത്ത് ശദ്ദ് ചെയ്ത് മണിക്കാതെ ഓതണം. ബിഗുന്നയിലോ, ബിഗുന്ന എന്ന് പറഞ്ഞാൽ വിത്ത് ഗുന്ന എന്നർത്ഥം. മിൻ നിഅമത്തിൻ, മിൻ എന്ന് പറഞ്ഞ നൂനിനെ, നിഅമത്തിൻ എന്ന് പറഞ്ഞ നൂനിലേക്ക് മിൻ നിഅമത്തിൻ, മിൻ വറാഇഹിം, മിൻ വറാഇഹിം. മനസ്സിലായോ? ഖൈറൻ യറ, ഖൈറൻ യറ എന്ന് തിരിഞ്ഞു. യെസ്. സാക്കിനായ നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ശേഷം നൗമി എന്ന ആ പദത്തിലെ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം. നൂനിനെയും തെൻവീനിലെയും ആ അക്ഷരങ്ങളിലേക്ക് ചേർത്ത് ശദ്ദ് ചെയ്ത് ഉന്നത്തോടു കൂടിയും, അതായത് മണിച്ച് ചരിക്കണം. മനസ്സിലായോ? അതെ. നോക്കിയങ്ങളെ, സാക്കിനായ നൂന് തെൻവീനിൻ പിറകില് യൂമിനു എന്നുള്ള 4-1 എങ്കില്, സാക്കിനായ നൂന് തെൻവീനിൻ പിറകില് യൂമിനു എന്നുള്ള 4-1 എങ്കില് ഇദ്ഗാം വേണ്ടതാണ്, ഉന്നത്താലയാണത്. മിൻ നിഅമത്തിൻ ഖൈറൻ യറ എന്നാണ് വേണ്ടത്. പാട്ടുമായി. നിങ്ങൾ ഈ പാട്ടുകളൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. കിട്ടുന്ന ട്യൂണ്. സാറേ നിങ്ങൾ പാടും പോലെ അതൊന്നും പാടാൻ ഞങ്ങൾക്ക് കിട്ടൂല. ആര് പറഞ്ഞു കിട്ടൂലെന്ന്? നിങ്ങൾ പഠിച്ചില്ല, നിങ്ങൾ പരിശീലിച്ചിട്ടില്ല. ആർക്കാ കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടും. ഇനി അത് കിട്ടൂലേ? എന്നാൽ ഒരു കാര്യം ചെയ്യ്, കിട്ടൂല എന്ന് തീരുമാനിച്ച് കഴിഞ്ഞാൽ എന്ന് പേര് ഒപ്പ്, അങ്ങനെ ഉണ്ടാവൂലേ? കിട്ടൂല, പേര് ഒപ്പ്. അങ്ങനെയാണെങ്കിൽ ചിരിക്കാനല്ല പറഞ്ഞ കാര്യത്തിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. ഏത്? ഇദ്ഗാമാണ് മഅൽ ഗുന്ന, ഇതിനുള്ളത് യൂമിനു എന്ന നൂനും തൻവീനിൻ പിറകെ ഇവ വന്നാലുണ്ട് ഇദ്ഗാം ഗുന്ന. ആ പാട്ട് പഠിക്കുക. അതും കിട്ടൂലേ? വെറുതെ പറയാലേ കിട്ടൂലെന്ന്. കിട്ടും. അതെ, ആ ടൂണ് തന്നെ ആയിക്കോളന്നില്ലാന്നേ. കാക്കേ കൂടെ വിടെ. ഇദ്ഗാമാണ് മഅൽ ഗുന്ന, ഇതിനുള്ളത് യൂമിനു എന്ന നൂനും തൻവീനിൻ പിറകെ ഇവ വന്നാലുണ്ട് ഇദ്ഗാം ഗുന്ന. അങ്ങനെയൊക്കെ പാടാൻ പറ്റുന്നേ. തൻവീന് നൂനിവകൾക്കു പിറകെ നൗമി, ഈ 4 ഹർഫുകളാണ് ബിൽ ഇദ്ഗാമി. മിൻ നിഅമത്തിൻ ഖൈറൻ യറ മിൻ വാലി ഗുന്നത്തിദിനെല്ലാം വുജൂബാതാലി. താലി എന്ന് പറഞ്ഞാലേ നമ്മൾ താലിയല്ല, ഖുർആൻ ഓതുന്ന ആളെ എന്നാ ചോദ്യം. താലി എന്ന് പറഞ്ഞാൽ അതാണ് അറബിയിൽ ഇങ്ങനെ പറഞ്ഞാൽ. മറ്റേ താലി വേറെ ഉണ്ട്. അപ്പോൾ ഖുർആൻ ഓതുന്ന മനുഷ്യ സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം നൗമി അല്ലെങ്കിൽ യൂമിനു രണ്ടും പറ്റും. അതിൽ നിന്നൊന്ന് വന്നാൽ മണിച്ച് ഇദ്ഗാം ചെയ്യണം, ഉന്നത്തോടു കൂടി ഇദ്ഗാം ചെയ്യണം എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കി, നിങ്ങൾ വായിക്കി. വകഅസിൻ മിൻ മഈൻ. വകഅസിൻ എന്ന സീനിൻ്റെ തൻവീനു ശേഷം മീ വന്നു. മിൻ മ എന്ന നൂനിന് ശേഷം മാ വന്നു. 2 ഇദ്ഗാം ബിഗുന്ന സംഭവിച്ചിട്ടുണ്ട് അവിടെ. വകഅസിൻ മിൻ മഈൻ കസീബൻ മഹീല അല്ലേ?
كثيبا مهيلا من ورائهم محيط أنكالا وجحيما أنكالا وجحيما ومن يعمل وجوه يومئذ من نعمة تجزى يومئذ ناعمة. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. എന്താണ്? ആരോ സംശയം ചോദിക്കണം. ആരോ സംശയം? അപ്പോൾ ഉസ്താദെ ഹയാത്തി ദുനിയ എന്ന് പറഞ്ഞെടുത്തോന്ന്. നല്ല ചോദ്യം, സൂപ്പർ സംശയം. ആ സംശയം ഉണ്ടാവും, ചിലപ്പോൾ സൂപ്പറും സൂപ്പറൊക്കെ ഉണ്ടാവും. ഇതൊരു സൂപ്പർ ചോദ്യമാണ്. ഇത്രയും കാലം ഓതിയിരുന്നത് ഹയാത്തി ദുനിയ എന്നായിരുന്നു. നോക്കിയേ, ഹയാത്തി ദുനിയ എന്ന് പറയുന്നത് ദുൻ ദുൻ സുക്കൂനുള്ള നൂൻ, അതിനുശേഷം യാ, നൂനിന് ശേഷം സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഹയാത്തി ദുയ്യ പറയണ്ടേന്ന്. ദുയ്യ ദുയ്യ ആരെങ്കിലും ഓന്ന് കേട്ടിട്ടുണ്ട്? അങ്ങനെ ഇല്ല. മറ്റുള്ള എന്താ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഉസ്താദ് ബുന്യാനും അങ്ങനെ തന്നെയാണ്. ആഹാ മാഷാ അല്ലാ, ബുന്യാനുൻ എന്ന് ഖുർആനിലുണ്ട്. അവിടെ മൊയ്യാന് പറയണ, മൊയ്യ ബുയ്യ വേണ്ട. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, സ്ക്രീനിൽ കാണുന്ന ഈ 4 പദങ്ങൾ നോക്കിയേ. ഖിൻവാൻ, ബുന്യാൻ, സിൻവാൻ, ദുനിയ. ഈ 4 കലിമത്തുകൾ സശ്രദ്ധം നോക്കിയേ. സുക്കൂനുള്ള നൂൻ അതിലുണ്ട്, ശരി തന്നെയാണ്. അതിനുശേഷം നൗമീത്ത് അക്ഷരാണ്, അതും ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ഇദ്ഗാം ചെയ്യാൻ പാടില്ല, അവിടെ ഇദ്ഹാർ ചെയ്താ ഓതുക. ദുനിയാ ഖിൻവാനുൻ ബുന്യാനുൻ അല്ലേ, സിൻവാനുൻ, അല്ലാതെ മൊയ്യാനുൻ സിൻവാൻ പറ്റില്ല. കാരണം ഈ നൂനും യാ ഒക്കെ ഒരു കലിമത്തിലാണ് വന്നത്. ഒരു പദത്തിന്റെ ഉള്ളിൽ തന്നെ ഈ നൂനും ഇതുപോലെ നൗമീത്ത് അക്ഷരം വന്നാലൊന്നും ഇദ്ഗാം ചെയ്യൂല. അങ്ങനെയുള്ളത് ആകെ ഖുർആനിൽ 4 കലിമത്തേ ഉള്ളൂ. അത് ഇതാണ്. ആണേ ഖിൻവാന് ബുനിയാ ദുനിയയും സിൻവാന, ഇദ്ഗാമിനാൽ ഒഴിവുള്ളതായി ഖുർആന. ഒരു കലിമത്തിൽ വന്നതിൽ ഇൽഹാറ, ഈ 4 പദമേ ഖാലഹു ഗഫാറ. ഒരു കലിമത്തിൽ വന്നതുകൊണ്ട് ഇവിടെ ഇദ്ഗാം ഇല്ല, ഇൽഹാറാണ്. ഈ ഇൽഹാറിന്റെ സ്പെഷ്യൽ പേരാണ് ഇൽഹാർ മുത്ലഖ്. മറക്കുന്നുകൊണ്ടാ, ഇൽഹാർ മുത്ലഖ് കേട്ടോ. അപ്പൊ ഈ 4 കലിമത്തുകളാണ് ഇങ്ങനെയുള്ളത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇദ്ഗാമും ബിലാഹുന്ന പഠിച്ചു, അതിന്റെ കൂടെ തന്നെ ഇദ്ഗാമും ബിഗുന്നയും ഒപ്പം പഠിച്ചത് കൊണ്ട് വേഗം മനസ്സിലായി. ബിലാഹുന്നയിൽ മില്ലീനത്തിൻ പറയില്ല, മില്ലീനത്തിൻ എന്നേ പറയുള്ളൂ, മണിക്കാതെ. ഇവിടെയോ വമയ്യഅമൽ ഖൈറയ്യറ പറ്റില്ല, വമയ്യഅമൽ ഖൈറയ്യറ മിൻ വറാഇഹി മിൻ നിഅമത്തിൻ വേണം. ഇതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, മനസ്സിലായല്ലോ? ഇതേക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് പറയും. പഠിക്കാനുണ്ട് ഒരുപാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അതിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് സുന്ദരമായിട്ടല്ല സുസുന്ദരമായിട്ട് പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പഠിച്ചവനെ, ഞങ്ങൾ ഓതിയതിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് തെറ്റുകൾ ഞങ്ങൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. പഠിച്ച റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണമല്ലോ. അല്ലാതെ ധിക്കാരത്തോടു കൂടി ഞങ്ങളൊന്നും ഓതിയിട്ടില്ല, തെറ്റായി ഓതിയിട്ടില്ല. അറിയാത്തത് കൊണ്ട് പഠിച്ചവനെ, അശ്രദ്ധ മൂലം അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലോ, പുറത്തു തരണം അല്ലോ, പുറത്തു തരണം അല്ലോ. പഠിച്ചവനെ, ഖുർആനിന് വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ബാക്കി സമയങ്ങളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണം റബ്ബേ. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണം അല്ലോ, ശിഫ നൽകണം അല്ലോ. എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരണം അല്ലോ. ഞങ്ങളെ പ്ലാനുകളും ഞങ്ങളെ ഉദ്ദേശ്യങ്ങളും ഞങ്ങളെ ഹൈറായ മുഴുവൻ സംരംഭങ്ങളും ഒക്കെ പഠിച്ചവനെ നീ നല്ല റാഹത്തിലും സന്തോഷത്തിലും ആക്കിത്തരണേ അല്ലോ. ദുആ കൊണ്ട് കടപ്പെട്ട ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക
توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة